പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ UDF തന്നെയാണ് ഈ മണ്ഡലത്തിൽ മുൻതൂക്കമുള്ളത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 57,559 വോട്ട്, അതായത് 41.77% വോട്ടാണ് നേടാൻ സാധിച്ചത്. BJP ആവട്ടെ 40,076 വോട്ട്, 29.08%. LDF ആകട്ടെ 38,675 വോട്ട്, 28.07%. UDF ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷം 17,483 വോട്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 54,079 വോട്ടും 38.06%. BJP ആവട്ടെ 50,000 കടന്നു, 50,220 വോട്ട്, 35.34%. LDF 36,433 വോട്ട്, 25.64%. 2016 BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനാണെങ്കിൽ 2021 BJPക്ക് വേണ്ടി മത്സരിച്ചത് മെട്രോമാൻ E ശ്രീധരനാണ്. 2016 ശോഭാ സുരേന്ദ്രൻ BJPക്ക് വേണ്ടി 40,000 എത്തിച്ചപ്പോൾ 2021 മെട്രോമാൻ E ശ്രീധരൻ അത് 50,000 ഉയർത്തി. അതോടെ LDF തുടർച്ചയായി 2ാം തവണയും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ UDF 52,779 വോട്ടും BJP നേടിയത് 43,072 വോട്ടും LDF നേടിയത് 34,640 വോട്ടുമാണ്. UDF ഭൂരിപക്ഷം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 9,707 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF നേടാനായത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 54,000 വോട്ട് നേടിയ UDF 52,779 വോട്ട് നേടി. BJP ആവട്ടെ 50,000 വോട്ട് 2021 നേടിയിരുന്നു. അവർക്കാകട്ടെ 43,000 വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 36,433 വോട്ടുകൾ നേടിയ LDF 34,640 വോട്ടുകൾ കൊണ്ടും തൃപ്തിപ്പെടേണ്ടി വന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്ക് നോക്കിയാൽ 52 വാർഡുകളുള്ള പാലക്കാട് നഗരസഭ BJP ആണ് ഭരിക്കുന്നത്. 15 വാർഡുകളുള്ള കണ്ണാടി പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. 16 വാർഡുകളുള്ള മാത്തൂർ പഞ്ചായത്തും 21 വാർഡുള്ള പിരായിരി പഞ്ചായത്തും UDFുമാണ് ഭരിക്കുന്നത്. 2016-21 നിയമസഭാ തെരഞ്ഞെടുപ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ UDF രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000 കുറയാത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാണ് സാധ്യത.